എല്ലാവർക്കും സ്പോർട്സ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോപ്പ അമേരിക്കയെ പറ്റിയാണ്. 1916 ആരംഭിച്ച കോപ്പ അമേരിക്കയുടെ 48ാമത്തെ പതിപ്പാണ് ഈ വർഷം അമേരിക്കയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. 16 ടീമുകളാണ് മാറ്റിയിരിക്കുന്നത്. 10 ടീം, അതിൽ 10 ടീമുകൾ തെക്കേ അമേരിക്കയിൽ നിന്നും അതിൽ 6 ടീമുകൾ വടക്കേ അമേരിക്കയിൽ നിന്നുമാണ്. ഈ 16 ടീമുകളിൽ ഏറ്റവും വിദഗ്ധർ, ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന 2 ടീമുകളാണ് അർജന്റീനയും ബ്രസീലും. അർജന്റീനയുടെ കിരീട സാധ്യതകളിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ലയണൽ മെസ്സി എന്ന താരമാണ്. 2022 ലോകകപ്പ് അർജന്റീനയെ ജയിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പാരീസ് സെന്റ് ജർമ്മൻ, ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് സെന്റ് ജർമ്മൻ വിട്ട് USA ഇന്റർ മിയാമിലോട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും വളരെ മികച്ച ഫോമിലാണ് മെസ്സി ഇപ്പോൾ കളിക്കുന്നത്. ഈ അടുത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ ഗോട്ടിമാലയ്ക്കെതിരെ അർജന്റീന 4-1 ജയിച്ചപ്പോൾ മെസ്സി 2 ഗോളും 1 അസിസ്റ്റുമാണ് നൽകിയിരുന്നത്. മെസ്സി എന്ന ഫാക്ടർ എടുത്തു മാറ്റിയാൽ പോലും അർജന്റീന വളരെ സ്ഥിരതയാർന്നൊരു ടീമാണ്. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂറോപ്പിൽ ടോപ്പ് ലെവലിൽ കളിക്കുന്ന ഒരുപാട് ഡിഫൻഡേഴ്സ് അവർക്കുണ്ട്. ഓട്ടമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, മൊളീന, ടാഗ്ലിഫിക്കോ, നിക്കോ ഗോൺസാലസ്. അതിൻ്റെ കൂടെ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. എമിലിയാനോ മാർട്ടിനസിൻ്റെ പ്രകടനം നമ്മൾ 2022 ലോകകപ്പിൽ കണ്ടതാണ്. നോക്കൌട്ട് സ്റ്റേജുകളിൽ നിരവധി പെനാൽറ്റി ഷൂട്ടുകളിൽ അർജന്റീനയെ ജയിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. മിഡ്ഫീൽഡിലോട്ട് വരുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം റോഡ്രിഗോ ഡീപോളാണ്. റോഡ്രിഗോ ഡീപോളിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അർജന്റീന മിഡ്ഫീൽഡിൻ്റെ ഒരു തന്ത്രങ്ങൾ മാനേജർ സ്കലോണി ഉണ്ടാക്കുക. മുൻനിരയിൽ മെസ്സിയുടെ കൂടെ ഒരുപാട് ഓപ്ഷൻസ്, സ്കലോണിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇനിയുമുണ്ട്. ജൂലിയൻ ആൽവാരസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജൂലിയൻ ആൽവാരസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗർനാച്ചോ, പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏഞ്ചൽ ഡി മരിയ. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മെസ്സി എന്ന ഘടകം എടുത്ത് മാറ്റി വെച്ചാൽ പോലും അർജന്റീന വളരെ മികച്ചൊരു ടീമാണ്. എല്ലാ ലോകകപ്പിനും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരേ ഒരു ടീമാണ് ബ്രസീൽ. പക്ഷേ ആ ബ്രസീൽ ടീം ഇപ്പോൾ ലോകകപ്പ് ക്വാളിഫിക്കേഷന് വേണ്ടി വേർക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ അടുത്ത് നടന്ന ഫ്രണ്ട്ലി മാച്ച്, അതായത് USAക്കെതിരെ ഒരു ഡ്രോ കൺസീഡ് ചെയ്യുന്നു, മെക്സിക്കോക്കെതിരെ വളരെ കഷ്ടപ്പെട്ടൊരു 3-2 വിജയം നേടുന്നു. അങ്ങനെ നോക്കുമ്പോൾ അർജന്റീനയെക്കാട്ടും, അതുകൊണ്ട് ഈ ഒരു കാരണങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അർജന്റീനയെക്കാട്ടും ഒരു പടി താഴിലാണ് ബ്രസീൽ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും വളരെ മികച്ച ഒരു നിര തന്നെ അവരുടെ കയ്യിലുണ്ട്. ഒരുപാട് പ്രതിഭാശാലികളായ യുവ താരങ്ങൾ അവരുടെ കൈകളിലുണ്ട്. വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റിയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, പിന്നെ റിയൽ മാഡ്രിഡിലോട്ട് പോകാൻ നിൽക്കുന്ന യുവതാരം 18 വയസ്സുള്ള എൻഡ്രിക് ഉണ്ട്. മിഡ്ഫീൽഡിൽ തന്നെ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ലൂക്കാസ് പാക്കറ്റ, ബ്രൂണോ ഗിമാരസ്, ജോ ഗോമസ്, അങ്ങനെ ഒരു മികച്ച മിഡ്ഫീൽഡും അവരുടെ പക്കലുണ്ട്. ഡിഫൻസിലോട്ട് വരുവാണെങ്കിൽ മാർക്കീഞ്ഞോസ്, PSG മാർക്കീഞ്ഞോസ്, ആർസനലിലെ ഗബ്രിയേൽ, ഗോൾ കീപ്പർ അലിസൺ. എഗൈൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അലിസൺ. എങ്കിൽ തന്നെ ഫോമില്ലായ്മയും ടീം കോമ്പിനേഷനിലുള്ള അവരുടെ ഒരു കുറച്ച് സംശയങ്ങളും ബ്രസീലിൻ്റെ സാധ്യതകളെ കുറച്ച് മങ്ങിപ്പിക്കുന്നു. ബാക്കിയുള്ള ടീമുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത വിലകൽപ്പിക്കാൻ പറ്റുന്ന ടീമാണ് കൊളംബിയ. 2022 ശേഷം ഇതുവരെ ഒരു ഇന്റർനാഷണൽ മാച്ചിൽ തോൽവി അറിയാത്തൊരു ടീമാണ് കൊളംബിയ. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ബ്രസീലിനെ 2-0 തോൽപ്പിക്കുകയും ചെയ്തൊരു ടീമാണ് കൊളംബിയ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ലൂയിസ് ഡിയാസ്, ലിവർപൂളിൻ്റെ സ്ട്രൈക്കർ ലൂയിസ് ഡിയാസ് ആണ്. അദ്ദേഹം തന്നെയാണ് ബ്രസീലിനെതിരെ ഗോളുകൾ സ്കോർ ചെയ്തത് ആ വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചിൽ. കൊളംബിയ പോലെ തന്നെ സാധ്യത കൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഉറുഗ്വേ. മാർസലോ ബിയൽസ എന്ന ലെജൻഡറി കോച്ചിന്റെ കീഴിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി മികച്ച പെർഫോമൻസ് ആണ് ഉറുഗ്വേ കാഴ്ചവെക്കുന്നത്. ലിവർപൂൾ ഫോർവേഡ് ഡാർവിൻ ന്യൂനസ്, റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡർ ഫെഡെ വാൽവെർഡെ, ബാഴ്സലോണ ഡിഫൻഡർ റൊണാൾഡോ അറോഹോ എന്നിങ്ങനെ ഒരു പിടി നല്ല താരങ്ങളുമായിട്ടാണ് ഉറുഗ്വേ കോപ്പ അമേരിക്കയിലേക്ക് വരുന്നത്. എങ്കിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ കരുത്തും ശക്തിയും ബിയൽസ എന്ന ടാക്ടീഷ്യനിലായിരിക്കും അവരുടെ ഏറ്റവും വലിയ കരുത്ത്. അദ്ദേഹത്തിൻ്റെ ടീമുകൾ പൊതുവെ കാഴ്ചവെക്കാറുള്ള ഹൈ പ്രസിംഗ് ഗെയിമും ഹൈ ഇൻറ്റൻസിറ്റി അറ്റാക്ക് സ്റ്റൈലുമായിരിക്കും ഉറുഗ്വേ ഈ കോപ്പ അമേരിക്കയിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് കോപ്പ അമേരിക്കയെ പറ്റിയുള്ള വിശേഷങ്ങൾ. ഇതുപോലെയുള്ള ഒരുപാട് കോപ്പ അമേരിക്ക, അതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന യൂറോ, ഇത് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ സ്പോർട്സ് സ്റ്റാറിൻ്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പേജസിലും നമ്മൾ ഒരുപാട് സ്റ്റോറീസ് കവർ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഫോളോ സ്പോർട്സ് സ്റ്റാർ ഫോർ മോർ സച്ച് കണ്ടന്റ്.